നിന്നിലലിയാൻ ഞാൻ ഭാഗം 44. കിച്ചണെല്ലാം ഒതുക്കി പാർവതി രാവിലെ ഇന്ദ്രനും മറ്റും കഴിക്കാനുള്ള ദോശയ്ക്കുള്ള മാവെല്ലാം റെഡിയാക്കി വെച്ചു. അവൾ ചെയ്യുന്നതെല്ലാം നോക്കി അവളോട് സംസാരിച്ചുകൊണ്ട് ഇന്ദ്രനും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ദ്രേട്ടാ, സമയം ഒരുപാടായില്ലേ? എന്നാ കിടന്നാലോ? പാർവതി ചോദിച്ചു. അതിനെന്താ, കിടക്കാലോ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാർവതിയെ കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുത്ത് പാർവതി ബാത്റൂമിലേക്ക് പോകാൻ നോക്കിയതും ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ തിരിഞ്ഞു നിന്ന് എന്താ എന്ന് ചോദിച്ചു. കുളിക്കാൻ പോവുകയാണോ? ഇന്ദ്രൻ ചോദിച്ചു. ഒന്ന് ഫ്രഷായിട്ട് വരാം. അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട്, വേണ്ട പാറു, എനിക്ക് ഈ വേഷത്തിൽ എനിക്ക് വേണം നിന്നെ. അത് മാത്രമല്ല, എൻ്റെ പാറുവിൻ്റെ വിയർപ്പിന് പോലും രാമച്ചത്തിൻ്റെ മണമാണ്. അത് ഇന്ദ്രേട്ടാ, കിച്ചണിൽ കുറച്ച് പണിയെടുത്തല്ലേ, മുഷിഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്ന് ഫ്രഷ് ആവണം പ്ലീസ്. പിന്നെ ഇതുപോലുള്ള സെറ്റുമുണ്ട് കുറച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞ് അതൊടുക്കാം. പക്ഷേ എനിക്ക് കുളിക്കാതെ പറ്റില്ല ഇന്ദ്രേട്ടാ. പാറുവിന് കുളിക്കണമെന്ന് നിർബന്ധമാണോ? അത് ഇന്ദ്രേട്ടാ, അമ്പലത്തിൽ പോയപ്പോൾ കുളിച്ചതല്ലേ ഇന്ദ്രേട്ടാ. പിന്നെ അവിടുത്തെ ഡിന്നറെല്ലാം ഉണ്ടാക്കി, അവിടെയും കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു, ഇവിടെയും എല്ലാം ക്ലീൻ ചെയ്ത് ആകെ മുഷിഞ്ഞിരിക്കുക. പിന്നെ അവൾ പറഞ്ഞു നിർത്തി. പിന്നെ പാറു. പിന്നെ എൻ്റെ ഇന്ദ്രേട്ടനെ ഒരു കൺട്രോൾ ഇല്ലാത്ത ആളല്ലേ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വിയർത്തിരുന്നാലേ ശരിയാകില്ല എന്ന് പറഞ്ഞ് പാർവതി അവനെ തള്ളി വേഗം വാഷ്റൂമിലേക്ക് കയറി. വേഗം വാതിലടച്ച് കുറ്റിയിട്ടു. ഇന്ദ്രൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാർവതി കുളിച്ചിറങ്ങി. അവൾ കുളിച്ചിറങ്ങുമ്പോൾ തന്നെ ആ റൂമാകെ ചന്ദനത്തിൻ്റെ മണമായിരിക്കും. പാർവതി കുളിച്ചപ്പോൾ ചെറിയ രീതിയിൽ നനഞ്ഞിരുന്ന മുടി അഴിച്ച് ഒന്ന് വിടർത്തിയിട്ടു. കണ്ണാടിയിലെ മുന്നിൽ നിന്നും സിന്ദൂരം തൊടാൻ എടുത്തപ്പോഴാണ് പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിൽ ഇന്ദ്രൻ കയറി വന്നത്. പാർവതി മിററിലൂടെ ഇന്ദ്രനെ കണ്ടു. അവൻ ടീഷർട്ട് ഊരി മാറ്റിയിരുന്നു. അവൻ്റെ വിരിഞ്ഞ മാറിലേക്ക് തൻ്റെ പേരെഴുതിയ ലോക്കറ്റോട് കൂടി കിടക്കുന്ന പ്ലാറ്റിനം മാല മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ദ്രൻ നടന്ന് അവളുടെ പിന്നിൽ വന്ന് നിന്നു. അവൻ അവളുടെ പിന്നിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ ശ്വാസം തട്ടുന്നുണ്ടായിരുന്നു. നേരത്തെ ഉടുത്തിരുന്ന പുളിയിലക്കര മുണ്ടിൻ്റെ മറ്റൊരു കളറായിരുന്നു അവൾ ഉടുത്തിരുന്നത്. അവൾ മിററിലേക്ക് നോക്കി. കുങ്കുമത്തിൻ്റെ ചെപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ തിരിച്ചു നിർത്തി. കുങ്കുമത്തിൻ്റെ ചെപ്പിൽ നിന്നും കുറച്ച് സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിലേക്ക് നിറയെ ചാർത്തി. അവൾ കണ്ണുകളടച്ച് പാർവതി അത് സ്വീകരിച്ചു. വീണ്ടും അതിൽ നിന്നും ഒരു നുള്ള കുങ്കുമമെടുത്ത് അവൻ അവളുടെ നെറ്റിയിലും തൊട്ടുകൊടുത്തു. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുങ്കുമത്തിൻ്റെ ചെപ്പ് വാങ്ങി അവിടെ തിരികെ വെച്ച് പാർവതിയെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ കണ്ണുകളുടെ വശ്യതയിലും പാർവതി അലിഞ്ഞു ചേർന്നു. ഇന്ദ്രൻ അവളെ 2 കൈകൾ കൊണ്ട് പൊക്കിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. 2 പേരുടെയും കണ്ണുകൾ അപ്പോഴും കോർത്തിരുന്നു. ഇന്ദ്രൻ അവളെ ബെഡിലേക്ക് കിടത്തി. അവളുടെ അടുത്ത് കിടന്നു. അവളിലെ പെണ്ണിനെ ആ തണുത്ത AC മുറിയിൽ അവൻ സ്വന്തമാക്കുകയായിരുന്നു. ആ രാത്രിയുടെ യാമങ്ങളിൽ പലതവണ അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു കൊണ്ടിരുന്നു. എത്ര നുകർന്നിട്ടും മതിയാവാതെ അവൻ അവളെ അറിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ തളർച്ചയെയും അവളുടെ അവശതയെയും അവൻ അവൻ്റെ ചുംബനങ്ങളാലും തലോടലുകളാലും ഉണർത്തി. വീണ്ടും വീണ്ടും അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും 2 പേരും തളർന്ന് ഉറങ്ങി. അലാം അടിക്കുന്ന കേട്ടാണ് പാർവതി വേഗം കണ്ണ് തുറന്നു. ഇന്ദ്രനിലേക്ക് ചേർന്ന് ഒരു കാറ്റിന് പോലും കടക്കാനിടമില്ലാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പാർവതി ഇന്ദ്രനെ ഉണർത്താതെ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റു. വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ പോയി വിളക്കും കത്തിച്ച് ഇന്ദ്രന് കഴിക്കാനുള്ള ഫുഡും കോഫിയും എല്ലാം ഉണ്ടാക്കി വെച്ചു. രാവിലെ ഇന്ദ്രൻ പറഞ്ഞതുപോലെ 2 പേർക്കുമുള്ള പാലും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും ചേർത്ത് ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് അവൾ ഇന്ദ്രജിത്തിനെ വിളിക്കാനായി റൂമിലേക്ക് ചെന്നു. ഇപ്പോൾ ആള് കിടക്കുകയാണ്. പുറത്തെല്ലാം തൻ്റെ നഖങ്ങൾ കൊണ്ടുള്ള പോറലുകൾ ചുവന്ന് കിടക്കുന്നു. അവൾ അവിടെ പതിയെ തലോടി.
അവിടെയെല്ലാം ചുംബിച്ചു. അവളുടെ ചുണ്ടുകളുടെ തണുപ്പും മാർദ്ദവവും അറിഞ്ഞ ഇന്ദ്രൻ കണ്ണു തുറന്നു. ഇന്ദ്രൻ ഉണർന്നത് അറിയാതെ പാർവതി വീണ്ടും അവിടെയുള്ള പാടുകളിൽ അവനെ ചുംബിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു. ആ തിരിയലിൽ പാർവതി അവൻ്റെ മേത്തേക്ക് വീണു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കോർത്തു. എന്താ? പുരികം പൊക്കി അവൻ ചോദിച്ചു. ഒന്നുമില്ല എന്ന് അവൾ തലയാട്ടി. എന്താ എൻ്റെ മുതുകിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. അത് പിന്നെ ഇന്ദ്രേട്ട, എൻ്റെ നഖം കൊണ്ടുള്ള പോറലുകളുണ്ട്. ആണോ? വേദനിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, എൻ്റെ പാറുവിന് ഞാൻ തരുന്ന വേദനയുടെ അത്രയില്ല, അവൻ പറഞ്ഞുകൊണ്ട് പാർവതിയെ കൊണ്ട് മറഞ്ഞു. ഇപ്പോൾ പാർവതി അവനടിയിലും അവൻ അവൾക്ക് മുകളിലുമായിട്ടാണ് കിടക്കുന്നത്. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയെല്ലാം അവൻ്റെ കൈകൾ കൊണ്ട് മാടി ഒതുക്കി കൊടുത്തു. ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ? അവൾ ഇല്ല എന്ന് പറഞ്ഞു. എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഞാൻ തരുന്ന വേദന ഒരുപാടുണ്ടെന്ന്. പക്ഷേ ഈ വേദനയല്ലാതെ മറ്റൊരു വേദന ഇന്ദ്രേട്ടൻ തരില്ല. ആ ഉറപ്പ് ഞാൻ പലപ്പോഴും നിനക്ക് തന്നിട്ടുണ്ട്. അത് വീണ്ടും പറയുകയാണ്. അവൻ പറയുന്നത് കേട്ട് പാർവതി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ വേദനിപ്പിച്ചോട്ടെ? അത് പറഞ്ഞതും പാർവതിയുടെ കണ്ണുകൾ മിഴിച്ചു. ഇനിയും? ഇന്ദ്രേട്ട, ഞാൻ താങ്ങില്ല എന്ന് പറയണ്ട പാറു. ഇനിയും എൻ്റെ പ്രണയത്തെയും മഴയായി പെയ്യാനിരിക്കുന്ന എൻ്റെ കാമത്തെയും എല്ലാം നീ സഹിച്ചേ പറ്റൂ. അതിന് ഇന്ദ്രേട്ടൻ മഴയായല്ല പെയ്യുന്നത്, കാറ്റായാണ്. അതും വെറും കാറ്റല്ല, കൊടുങ്കാറ്റായാണ് എന്നിലേക്ക് പെയ്യുന്നത്. ആ കൊടുങ്കാറ്റിനെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല ഇന്ദ്രേട്ടാ. ഇന്നു മുതൽ അത് താങ്ങാനുള്ള ശക്തി കുടിച്ചു തുടങ്ങണം, ഇന്ദ്രൻ പറഞ്ഞു. നീ മാത്രം കുടിച്ചാൽ മതിയായിരുന്നു. അത് കുടിച്ചു തുടങ്ങിയ ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാകും നീ അനുഭവിക്കാൻ പോകുന്നത്, ഇന്ദ്രൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. മാറി ഇന്ദ്രേട്ട, മതി ഉറുമ്പ് പറഞ്ഞത്. അതെ, സമയം വൈകി, എനിക്ക് പോകണം. അവരാരെങ്കിലും എഴുന്നേറ്റാ അതിനു മുമ്പ് എനിക്ക് അവിടെ എത്തണം. വേഗം ഫ്രഷ് ആയിട്ട് വാ, ജിമ്മിൽ പോകാനുള്ള സമയമായി. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി പാറു. നടക്കില്ല ഇന്ദ്രേട്ട, ഇന്നിനി നടക്കില്ല. വിശപ്പ് മാറിയില്ല. ഇനി വിശപ്പ് ഞാൻ വൈകിട്ട് മാറ്റിത്തരാം കേട്ടോ. ഉറപ്പാണോ? ഇന്ദ്രൻ ചോദിച്ചു. പിന്നെ എൻ്റെ സമ്മതം ചോദിച്ചിട്ടാണല്ലോ എൻ്റെ ഇന്ദ്രേട്ടൻ വിശപ്പ് മാറ്റാൻ വരുന്നത്. അവനെയും തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും അവൾ എഴുന്നേറ്റു. വേഗം ഫ്രഷായിട്ട് വരണേ, അവൾ പോകുന്ന വഴി വിളിച്ചു പറഞ്ഞു. ഇന്ദ്രൻ ഫ്രഷായി ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ പാർവതി അവർക്ക് കുടിക്കാനുള്ള ഹെൽത്തി ഡ്രിങ്ക് എടുത്തു വെച്ചിരുന്നു. അതുമായി ബാൽക്കണിയിലേക്ക് വന്നിരുന്നു. ഇന്ദ്രൻ പാർവതിയുടെ അടുത്ത് വന്നിരുന്നു. അവൾ അവൻ്റെ നേരെ ആ ഗ്ലാസ് നീട്ടി. ഇന്ദ്രൻ ആ ഗ്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അതും എൻ്റെ പാറു തന്നെ കുടിച്ചാൽ മതി. പറ്റില്ല, ഇതൊരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് പൊട്ടാറായി, പാർവതി അവളുടെ വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞ് പാർവതിയുടെ ചുരിദാറിൻ്റെ ടോപ്പ് പൊക്കാൻ പോയതും പാർവതി അവൻ്റെ കയ്യിൽ തട്ടി. അങ്ങനെ നോക്കണ്ട, മര്യാദക്കില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ കുടിക്കില്ല. അങ്ങനെ എൻ്റെ മോള് വാശി പിടിക്കാൻ നിൽക്കണ്ട. നിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ വാശി പിടിക്കും. അത് നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കുക തന്നെ ചെയ്യും. ആ ശരി, സമ്മതിച്ചു, ഞാൻ കുടിച്ചോളാം. പക്ഷേ ഇന്ദ്രേട്ടൻ കൂടി കുടിക്കണം. ശരി, ഇനി അതിൻ്റെ പേരിൽ ഈ കണ്ണ് നിറയ്ക്കാനോ വിഷമിക്കാനോ നിൽക്കണ്ട, ഞാനും കൂടി കുടിക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വാങ്ങി അത് മുഴുവനും കുടിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാം. എനിക്കും ഈ സ്മൂത്തി തന്നെ മതി. അതും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കുടിച്ചോളാം, ഇന്ദ്രൻ പറഞ്ഞു. ശരി ഇന്ദ്രേട്ടാ, എന്നാൽ അങ്ങനെയാകാം. പക്ഷെ പാറു രാവിലെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇത് കുടിച്ചിട്ട് പോയാൽ മതി. അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിച്ചോളൂ കേട്ടോ. പാർവതി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ അവളെയും ചേർത്ത് പിടിച്ച് രണ്ടുപേരും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ പാർവതിയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൽ ചാരി നിന്ന് ജെൻസി ഉറക്കം തൂങ്ങി നിൽക്കുന്നു. ഇന്ദ്രനും പാർവതിക്കും ചിരി വന്നു. അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ ലിഫ്റ്റിലേക്ക് കയറാനായി പോയി. പാർവതി ജെൻസിയുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ വന്ന് ഉറക്കം തൂങ്ങാതെ നീ പോയി കിടന്നോ?
നീ വരാമെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി വിളിച്ചിട്ട്? ഞാൻ കുറേ നേരമായി ഡോറിനടുത്ത് നോക്കി നിൽക്കുന്നു, ജെൻസി പറഞ്ഞു. നീ ഡോറ് തുറന്ന് വെച്ചിട്ട് പോയി കിടന്നോ, ഞാൻ വന്ന് കയറിക്കോളാം, പാർവതി പറഞ്ഞു. നാളെ മുതൽ ഇനി അങ്ങനെയുള്ളൂ, എനിക്ക് വയ്യ ഈ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കാൻ, ജെൻസി ഉറക്കം തൂങ്ങിക്കൊണ്ട് പറഞ്ഞു. പാർവതി അവളുടെ ഫോണിലേക്ക് നോക്കി. വെളുപ്പാങ്കാലമോ? നീ സമയം നോക്കി, 6 മണിയായി. എനിക്കിത് വെളുപ്പാങ്കാലം തന്നെയാണ്, ജെൻസി പറഞ്ഞു. എന്നാ നീ പോയി കിടന്നുറങ്ങ്. ജെൻസി തലയും മാന്തിക്കൊണ്ട് പോകുന്നത് കണ്ട പാർവതിക്ക് ചിരി വന്നു. അന്നും എല്ലാവരും കൂടി ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഇന്ദ്രൻ്റെ മെസ്സേജ് വന്നത്. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. അത് കണ്ട് പാർവതി ഒരു സ്മൈലി അയച്ചു. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, രാത്രി ലേറ്റായിട്ടേ വരികയുള്ളൂ. അവൻ്റെ മെസ്സേജ് വന്നു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു. പാർവതി അതിന് സമ്മതിച്ചു. പിന്നീട് അവരെല്ലാം അവരുടെ ജോലി തിരക്കിലേക്ക് പോയി. അന്ന് വൈകിട്ട് കാശിനാഥൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരുന്നു. അവൻ അപ്പോഴും പാർവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജെൻസിക്ക് സംശയം തോന്നിയത് കൊണ്ട് തന്നെ അവൾ അതിന് അവസരമുണ്ടാക്കി കൊടുത്തില്ല. നിരാശയോടെയാണ് കാശി തിരിച്ച് കേരളത്തിലേക്ക് പോയത്. അന്ന് പാർവതിയും കൂട്ടുകാരും വളരെ തിരക്കിലായിരുന്നു. ഡ്രസ് മെറ്റീരിയൽസ് എടുക്കലും അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കലും എല്ലാമായിട്ട് ഉച്ചയ്ക്ക് ഒത്തിരി വൈകിയാണ് അവർ ലഞ്ച് കഴിച്ചത് പോലും. അത്രയ്ക്ക് തിരക്കിലായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ക്ഷീണം കാരണം പാർവതി കുറച്ചുനേരം ഉറങ്ങാനായി പോയി. അവളുടെ ക്ഷീണം മനസ്സിലായത് കൊണ്ട് തന്നെ ജെൻസി അവളെ ശല്യപ്പെടുത്താനും പോയില്ല. ഇന്ദ്രൻ്റെ കോള് വന്നപ്പോഴാണ് പാർവതി കണ്ണ് തുറന്നത്. സമയം നോക്കിയപ്പോൾ 3:30 പാറു, ഇന്ദ്രൻ വിളിച്ചു. എന്തെടുക്കുക? അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ അല്പസമയം ഉറങ്ങി, അവൾ പറഞ്ഞു. നന്നായി, നല്ല ക്ഷീണമുണ്ട് നിനക്ക്. അഖില് അതും പറഞ്ഞ് എന്നെ വഴക്ക് പറയുകയാണ്, ഇന്ദ്രൻ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പറ്റില്ല, കുറച്ചു നേരം കൂടി നീ ഉറങ്ങിക്കോ, ഇന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞു, എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു ഇന്ദ്രേട്ടാ, ഞാൻ ദേ എഴുന്നേക്കാൻ പോവുകയായിരുന്നു, അവൾ പറഞ്ഞു. ആണോ? അല്ല, ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അവൻ ചോദിച്ചു. കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്, അവൾ പറഞ്ഞു. ഇന്ദ്രേട്ടൻ വല്ലത് കഴിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത്. അവൾ സമയം നോക്കി. ഇത്രയും സമയമായിട്ടും ഒന്നും കഴിച്ചില്ലായിരുന്നോ? ഇപ്പോൾ കഴിച്ചില്ല പാറു, ഞാൻ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴിക്കുകയാണ്, അവൻ പറഞ്ഞു. ഞാനേ മീറ്റിങ്ങിന് അല്പം ബ്രേക്ക് കൊടുത്തതാ, അല്ലെങ്കിൽ ഇപ്പോഴും കഴിയില്ലായിരുന്നു. ഞാൻ നീ എന്തെടുക്കാമെന്നറിയാൻ വേണ്ടിയാണ് ഒരു ബ്രേക്ക് കൊടുത്തത്, അവൻ പറഞ്ഞു. എന്നാലും ഇത്രയും ലേറ്റായിട്ടോ? ഇങ്ങനെ ലേറ്റായിട്ട് ഇരിക്കില്ല ഇന്ദ്രേട്ടാ, അവൾ വഴക്ക് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല പെണ്ണേ, ഞാനേ നിന്നെ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇന്ന് വൈകിട്ട് ഡിന്നർ കഴിക്കാൻ ഞാൻ ഉണ്ടാകില്ല കേട്ടോ. എനിക്കിന്ന് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ഡിന്നർ പാർട്ടിയും കൂടിയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വരൂ. അതുകൊണ്ട് എൻ്റെ മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ വന്നിട്ട് വിളിക്കാം, അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി, അവൻ പറഞ്ഞു. അത് വേണ്ട ഇന്ദ്രേട്ടാ, ഞാൻ അവരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ വന്ന് കിടന്നോളാം, അവിടെ ഉറങ്ങാനാണ് എനിക്കിഷ്ടം, അവൾ പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, നീ അവിടെ വന്ന് കിടന്നാൽ മതി, എനിക്കും അതുതന്നെയായിരുന്നു ഇഷ്ടം. പിന്നെ അവിടെ ഒറ്റയ്ക്കാകുമല്ലോ എന്ന് വിചാരിച്ച ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇന്ദ്രൻ പറഞ്ഞു. അവിടെ ഒറ്റയ്ക്കാണെങ്കിലും ഒന്നും സംഭവിക്കുമൊന്നുമില്ല, അത് ഇന്ദ്രൻ്റെ കോട്ടയാണ്. അവിടെ കയറി ആരും, പ്രത്യേകിച്ച് എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കില്ല, അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നുമില്ല. എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ, അവൾ പറഞ്ഞു. അവളോട് സംസാരിച്ചു കൊണ്ട് തന്നെ ഇന്ദ്രൻ ഫുഡ് കഴിച്ച് അല്പസമയം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തത്. പാർവതി എഴുന്നേറ്റ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എഴുന്നേറ്റോ, വാ, ദേ നിനക്കുള്ള കോഫിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീതു പറഞ്ഞു. ആരുണ്ടാക്കി വെച്ചു? ജെൻസി ചെറിയൊരു അമ്പരപ്പോട് ചോദിച്ചു. അതെന്താ നിനക്കൊരു അമ്പരപ്പ്? ഞങ്ങളൊക്കെ ചായയൊക്കെ ഉണ്ടാക്കും, നീതു പറഞ്ഞു. അത് നീ പറഞ്ഞ ആരും വിശ്വസിക്കില്ലടി, അതുകൊണ്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അരുൺ അപ്പോൾ തന്നെ പറഞ്ഞു. ഓ, ഞാൻ വായ തുറക്കാൻ കാത്തിരിക്കുക അവൻ എനിക്കിട്ട് പണി തരാൻ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ചായ കുടിച്ചു. എന്നാൽ ഇതേ സമയം ഇന്ദ്രൻ്റെ ഓഫീസിൽ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഒരുപാട് നാളുകളായി
ഇന്ദ്രൻ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് വേണ്ടി തിരക്കിലായിരുന്നു. ആ പ്രൊജക്റ്റ് ഇന്ദ്രൻ്റെ ടീമിന് കിട്ടി എന്നുള്ള മെസ്സേജ് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായി. ഇന്ത്യയിൽ നിന്നും പല ടീമുകളും അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും അവരെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ILG ഗ്രൂപ്പ് അതിൽ വിജയിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിലായിരുന്നു ഇന്ദ്രനെങ്കിൽ അവൻ്റെ ഒപ്പം ആ പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി അലോകിൻ്റെ കമ്പനിയും ശ്രമിച്ചിരുന്നു. എല്ലാവരെയും പിന്തള്ളിക്കൊണ്ടാണ് ഇന്ദ്രൻ അതിൽ വിജയിച്ചിരിക്കുന്നത്. അലോകും ആകെ ദേഷ്യത്തിൽ തന്നെ നടക്കുകയായിരുന്നു. അവൻ്റെയും ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ആ പ്രൊജക്റ്റ്. അവൻ വീട്ടിൽ അവൻ്റെ സകല സാധനങ്ങളും തല്ലി തകർക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് മിണ്ടാതെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു അലങ്കൃതയും ആനന്ദും. അവൻ്റെ ആ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്ന് പിടിച്ചു മാറ്റാനോ അവനെ ആശ്വസിപ്പിക്കാനോ അവർ ശ്രമിച്ചില്ല. അവൻ്റെ ദേഷ്യം തീരുന്നതുവരെ അവൻ ആ റൂമിലുണ്ടായിരുന്ന സകല സാധനങ്ങളും നശിപ്പിച്ചു കൊണ്ടിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അലോകിന് അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് വൈകിട്ട് വലിയൊരു ബിസിനസ് പാർട്ടി തന്നെ നടക്കുന്നുണ്ട്. അത് ILG ഗ്രൂപ്പ് നടത്തുന്നതാണ്. അവർക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയതിൻ്റെ ഭാഗമായി അതിൽ അലോകിനെയും ക്ഷണിച്ചിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് ILG ഗ്രൂപ്പിന് കിട്ടിയതറിഞ്ഞ് ഇന്ദ്രജിത്തിൻ്റെ അച്ഛനും മുത്തശ്ശനും അവനെ വിളിച്ച് അഭിനന്ദിച്ചു. അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അത് കിട്ടിയതെന്ന് അവർക്കും അറിയാമായിരുന്നു. അവനെ അവർ കുറേ നാളുകളായി വീട്ടിലേക്ക് കണ്ടിട്ട്, അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് മുത്തശ്ശനും നിർബന്ധിച്ചു. എൻ്റെ മോൻ ഒരുപാട് നാളായി ഉറക്കമൊഴിച്ച് കുറേ കഷ്ടപ്പെട്ടതല്ലേ ഇതിനു വേണ്ടി, അപ്പോൾ അതിൽ നീ പങ്കെടുക്കണം, മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ട് അഖിൽ കയറി വന്നത്. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു. എന്തു പറ്റി ഇന്ദ്ര, നിൻ്റെ മുഖം അത്ര തെളിച്ചുവല്ലോ, അവൻ ചോദിച്ചു. അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ടടാ. ഇന്ദ്രൻ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത് മാത്രമേ അഖിൽ കേട്ടുള്ളൂ. പ്രശ്നമോ? നിന്റെ വായിൽ നിന്നും പ്രശ്നം എന്ന് പറയുന്ന കാര്യമേ ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്താ കാര്യം? ആകാംക്ഷയോടെ അഖിൽ ചോദിച്ചു. അത് എനിക്ക് നാളെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി എനിക്ക് UK പോകണം, ഇന്ദ്രൻ പറഞ്ഞു. എന്താ, നാളെ UK പോകണമെന്നോ? അതേടാ, ഞാനാകെ എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം അവൾ എന്നെ അങ്ങോട്ട് വിടാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും ഒരു താല്പര്യവുമില്ല ഇപ്പോൾ അങ്ങോട്ട് പോകാൻ. എനിക്ക് പകരം നിന്നെ വിടാമെന്ന് ഞാൻ വിചാരിച്ചു, ഇന്ദ്രൻ പറഞ്ഞതും അഖിൽ അവനെ നോക്കി. ആ, എൻ്റെ മേത്തേക്ക് കയറ്, ഞാനിവിടെ കിടക്കുകയാണല്ലോ, പുറംപോക്കാണല്ലോ, അഖിൽ പറഞ്ഞു. എടാ, അങ്ങനെയല്ല ജെൻസി, നീ പറഞ്ഞ മനസ്സിലാവും. പക്ഷേ പാർവതി മനസ്സിലാവായികയൊന്നുമല്ല. പക്ഷേ അവൾ അത് മനസ്സുകൊണ്ടായിരിക്കും കേൾക്കാൻ പോകുന്നത്. അവളുടെ ബുദ്ധി അവിടെ പ്രവർത്തിച്ചെന്ന് വരില്ല, ഇന്ദ്രൻ പറഞ്ഞു. മനസ്സിലായി. അവൾ നീ പോകുന്ന വിഷമം മാത്രമേ ചിന്തിക്കൂ. നമ്മുടെ കമ്പനിക്ക് കിട്ടാൻ പോകുന്ന ലാഭമോ പ്രശസ്തിയോ ഒന്നും അവൾ ചിന്തിക്കില്ല. അതുകൊണ്ട് ഇതെങ്ങനെ അവളോട് പറയുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ എത്ര സമയമായെന്നറിയോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അവളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന അത് വലിയ ടാസ്ക് തന്നെയാണ്. പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്കും നെഞ്ചൊക്കെ പൊടിയുന്നത് പോലെ, ഇന്ദ്രൻ പറഞ്ഞു. അതിന് എത്ര ദിവസത്തെ യാത്രയാണ്? അഖിൽ ചോദിച്ചു. അത് 2 ആഴ്ചയുണ്ടാകും. 2 ആഴ്ചയോ? അതെ. അപ്പോൾ പിന്നെ പ്രശ്നമാകും. അതിൽ നീ എന്നെ വലിച്ചിടല്ലേ പ്ലീസ്. നീ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്തവൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുതന്നെയാടാ എൻ്റെയും പ്രശ്നം. എങ്ങനെയാടാ ഞാൻ എൻ്റെ പെണ്ണിനെ വിട്ടിട്ട് പോകുന്നത്? അവളെയും കൊണ്ടുപോയാലോ? ഇന്ദ്രൻ ചോദിച്ചു. അത് നല്ലൊരു ഐഡിയയാണ്. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. എവിടെ പോകണമെന്ന് പറഞ്ഞ് അവൾ നിൻ്റെ ഒപ്പം വരും. അതും അവരുടെ കൂട്ടുകാരെ അറിയില്ലേ? അവർ ചോദിക്കില്ലേ? എന്തവരോട് പറയും? നിനക്ക് ഒന്നും പറയാൻ തരേ ഇവളെ കൈ പിടിച്ച് വാ കയറ് എന്ന് പറഞ്ഞ് വണ്ടി കയറി പോയാൽ മതി. ഇവരോടെല്ലാം സമാധാനം പറയേണ്ടതേ ഞാനാണ്. അതുകൊണ്ട് വ്യക്തമായ മറുപടി തന്നിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നീ മുങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ നിന്ന് മുങ്ങും, അഖിൽ പറഞ്ഞു. ഞാൻ എങ്ങോട്ടാടാ മുങ്ങുക? ഇനി ഈ ഇന്ദ്രൻ ഒരിടത്തേക്കും പോവില്ല. അത് ശരിയാ, നീ ഒറ്റയ്ക്ക് പോവില്ല. നീ പോകുമ്പോൾ നിൻ്റെ മറു കയ്യിൽ അവൾ കൂടി ഉണ്ടാവും. അതാ പ്രശ്നം. മറ്റേത് നിൻ്റെ വീട്ടിൽ മാത്രം ഞാൻ സമാധാനം പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ? ജെൻസി, അവൾ പോട്ടേന്ന് വയ്ക്കാം. ബാക്കിയുള്ളവരോടോ? ഇനി അയ്യോ, ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. പൊന്നിന്ദ്ര, നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് പോയാൽ മതി.
എനിക്ക് എൻ്റെ എൻ്റെ പെങ്ങളെ പോലെയാണ് അവൾ. അവളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമാവും. അതുകൊണ്ട് നീ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ സമ്മതം കിട്ടിയിട്ട് പോയാൽ മതി, അഖിൽ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഇന്ദ്രനും അത് സമ്മതിച്ചു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.